ഹലോ ഗായ്സ്, നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലത്തെ എൻ്റെ ബാക്കി വീഡിയോ ആണ്. റെഡിക്ക് പറഞ്ഞാൽ ഞാൻ റൂമിൻ്റെ അവിടെ മാത്രം ക്ലീൻ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ടപ്പോൾ അമ്മ വണ്ണാമ്പിൽ പോക്കുന്ന സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അമ്മ ജനവാതിലും അല്ലാതെ എല്ലായിടും കോലായിലും എല്ലായിടത്തുള്ള വണ്ണാമ്പിൽ അമ്മ പോക്കി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിന്ന് അത് കാണിച്ചത്. പിന്നെ എൻ്റെ ബുക്ക് സ്റ്റാൻഡായിരുന്നു വൃത്തിയാക്കാനുണ്ടായിരുന്നത്. അതൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കി. പിന്നെ ഞാൻ ട്രാൻസ് ചെയ്തതാണ്. ഇതിങ്ങനെ എപ്പോഴും നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് ബോറടിക്കില്ലേ, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തതായിരുന്നു. ജനവാതിലെല്ലാം വൃത്തിയാക്കി. ജനവാതിൽമേലൊക്കെ ഓരോരോ സാധനങ്ങളുണ്ടാവുമല്ലോ, ഒക്കെ വൃത്തിയാക്കി. പിന്നെ അവിടെയും ഇവിടെയൊക്കെ ഉള്ള ഉള്ളിൽ വെച്ച ചെടികളെയൊക്കെ എടുത്തിട്ട് ഞാൻ എന്താ പറയുക കഴുകാൻ വേണ്ടി കൊണ്ടുവന്നു. എന്താ പറഞ്ഞാൽ എല്ലാത്തിലെയും വെള്ളം മാറ്റാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെള്ളമൊക്കെ മാറ്റി അങ്ങനെ ചെയ്യായിരുന്നു. കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട പണിയായിരുന്നു. കുറേ ചെടികളുണ്ട്, ഏകദേശം ഒരു 5-6 ചെടികളൊക്കെ ഉണ്ടാവും. പിന്നെ അതൊക്കെ ഒന്ന് തുടയ്ക്കുകയും കൂടി ചെയ്തു. എന്നിട്ട് എല്ലാത്തിനെയും അതിൻ്റേതായ സ്ഥാനത്ത് വെച്ചു. ഇവിടെയൊന്നും അല്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എപ്പോഴും ഒരേ സ്ഥലത്തായൊരു സുഖം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ എല്ലാം ചെയ്യുന്നതൊന്നും ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ട്രോഫിയൊക്കെ വെച്ചിട്ടുള്ളതും പിന്നെ ഫോട്ടോസൊക്കെ വെച്ചതും അവിടെയൊക്കെ ഒന്ന് പൊടി തട്ടി വൃത്തിയാക്കിയെടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ വൃത്തിയാക്കിയത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എല്ലാ ഭാഗവും ഞാൻ വൃത്തിയാക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല. കിച്ചൺ വൃത്തിയാക്കുന്നത് ഞാൻ കാണിച്ചിട്ടേ ഇല്ല. എനിക്ക് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. എന്താ പറഞ്ഞാൽ ക്ലീൻ ചെയ്യുന്നതും എടുക്കണം, അങ്ങനെ രണ്ടും കൂടി ക്യാമറേനെ അങ്ങോട്ട് വെക്കണം ഇങ്ങോട്ടാക്കണം, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില ഭാഗങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഈ ഒരു ഭാഗത്ത് നിറയെ എന്തൊക്കെയോ വേസ്റ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയും കൂടി വെയിലത്ത് ഉണക്കാനൊക്കെ ഇട്ടു. പിന്നെ തുടയ്ക്കുക എന്നുള്ള പണിയായിരുന്നു. അതിൽ ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷമാണ് തുടയ്ക്കാൻ വന്നത് കേട്ടോ. മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാനും ഞാൻ പാടുപെട്ടു ഗൈസ്, കുറേ സമയം എടുത്തു. ഈ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ ആകെ ക്ഷീണിച്ചു. ആ ക്ഷീണം മാറ്റാൻ ഞാനൊരു ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചു. എന്നിട്ടാണ് ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ അത് ഇന്നലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ചയാണ് ഞാൻ ആ ഒരു വീഡിയോ ഇടുന്നത്. ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ചയാണ്. പക്ഷേ ഞാൻ ഇടാൻ പോകുന്നത് ഞായറാഴ്ച മറ്റേ വീഡിയോ എന്ന് വെച്ചാൽ പാർട്ട് 1ഉം ഞായറാഴ്ച തിങ്കളാഴ്ച പാർട്ട് 2 ആയിട്ടായിരിക്കും ഞാൻ വീഡിയോ ഇടുക. അപ്പം മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞു. പിന്നെ ഈ ഒരു സ്റ്റാൻഡിൽ എപ്പോൾ നോക്കിയാലും തുണിയാണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ആണ് ഗൈസ്, അത് എന്താണ് വൃത്തിയാക്കുന്നത്, വൃത്തിയാക്കുമ്പോൾ അതും വൃത്തിയാക്കണ്ടേ നിങ്ങൾ ചിന്തിക്കും. അതിനുള്ളൊരു ത്രാപ്തി എനിക്കില്ല. അമ്മയും വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ, ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ലേ, അമ്മയും സഹായിച്ചിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് കുക്കിംഗ് ഡ്യൂട്ടിയിലേക്ക് കടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ ഡേറ്റ് വരുന്നവരേക്കും ബൈ ബൈ.